കൊല്ലത്തെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ CPM ഒരുങ്ങുന്നു. കുണ്ടറയിൽ DYFIയുടെ സംസ്ഥാന ട്രഷറർ SR അരുൺബാബുവിനെ മത്സരിപ്പിക്കാൻ സാധ്യത. MLAയും മുകേഷിന് കൊല്ലത്ത് സീറ്റ് ഉണ്ടാകില്ല. കൊല്ലത്ത് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് SR രാഹുൽ, ശിശുക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി D ഷൈൻദേവ് എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പാർട്ടി പരിഗണിക്കുന്നത് എന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. പറയൂ അരുൺരാജ്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചകൾ കടക്കുകയാണ് CPM-നുള്ളിൽ. CPM ആദ്യഘട്ടത്തിൽ തന്നെ യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകണമെന്ന ആവശ്യമാണ് CPM-നുള്ളിൽ തന്നെ ഉയരുന്നത്. കൊല്ലം സീറ്റിലേക്ക് എത്തുമ്പോൾ കൊല്ലം സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. MLA M മുകേഷിനും പകരം മറ്റാര് എന്നുള്ള ചർച്ചകളിലേക്ക് എത്തുമ്പോഴാണ് യുവാക്കളുടെ പ്രാമുഖ്യം പരിഗണിക്കുന്നത്. DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ രാഹുൽ, SR രാഹുലിന്റെ പേരിനാണ് ആദ്യ പരിഗണനയായി ഇപ്പോൾ പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ D ഷൈൻദേവിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. രണ്ടുപേരും ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവിനെ, അത് ജില്ലയുടെ CPM-ന്റെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി കൂടിയായ S ജയമോഹനാണ് സാധ്യത. തൊഴിലാളികൾക്കിടയിലുള്ള സ്വാധീനമാണ് അത് പരിഗണിക്കാനുള്ള ഇടയായി CPM ഇപ്പോൾ കാണുന്നത്. മറ്റൊന്ന് ഈ കുന്നത്തൂർ മണ്ഡലമാണ്. കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 ടേമായി കോവൂർ കുഞ്ഞുമോൻ തുടരുകയാണ്. അവിടെ ഇനി കോവൂർ കുഞ്ഞുമോനെ തുടരേണ്ടതില്ല, പകരം ആ സീറ്റ് CPM ഏറ്റെടുക്കണമെന്ന ആവശ്യം CPM-നുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. അതിങ്ങനെയാണെങ്കിൽ കോവൂർ കുഞ്ഞുമോന് പകരം അവിടെ CPM-ൽ തന്നെ പുതിയ ഒരു നേതാവ് അവിടെ മത്സരരംഗത്തേക്ക് എത്തും. ഒരുപക്ഷെ സോമപ്രസാദ് എത്തും എന്നുള്ള സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. പക്ഷേ അതേസമയം കോവൂർ കുഞ്ഞുമോൻ മുഖ്യമന്ത്രിയെ കണ്ട് തനിക്ക് ഈ സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കുണ്ടറ നിയമസഭാ മണ്ഡലമാണ് CPM ഏറെ പ്രതീക്ഷയോടെ ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലം. കാരണം നിലവിൽ അവിടെ PC വിഷ്ണുനാഥ് മത്സരിക്കുന്ന ഇടമാണ്. അവിടെ PC വിഷ്ണുനാഥിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കുക CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. അവിടെ DYFIയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ SR അരുൺബാബുവിന്റെ പേരാണ് അവിടെ പരിഗണിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് SR അരുൺബാബു. SR അരുൺബാബുവിനെ അവിടെ മത്സരിപ്പിച്ചാൽ അവിടെ വിജയം നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. ഇരവിപുരത്ത് M നൌഷാദും കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ചവറയിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ളയും തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ CPM എത്തുന്നത്. ഇരവിപുരത്ത് മറ്റ് തർക്കങ്ങളില്ല. M നൌഷാദിലേക്ക് തന്നെ തുടരാൻ വേണ്ടി CPM അനുവാദം നൽകി എന്നുള്ള സൂചന കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ അത് ഏതൊക്കെ രീതിയിൽ മത്സരം പോകണം എന്ന കാര്യത്തിൽ CPM-നുള്ളിൽ ചില ചർച്ചകൾ ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ നിലവിൽ തീരുമാനം CPM കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് CPM-ന്റെ തീരുമാനം. കൊല്ലത്തും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലും കൗന്നത്തൂരുമടക്കം മാറ്റങ്ങൾ കൊണ്ടുവന്നായിരിക്കും ആ തെരഞ്ഞെടുപ്പിലേക്ക് CPM കടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.